കോണ്ടാക്ടറിന്റെ കോയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. കോയിൽ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ വോൾട്ടേജിനനുസരിച്ച് നമുക്ക് കോയിൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് ഈ കോണ്ടാക്ടറിന്റെ രണ്ട് സൈഡിൽ രണ്ട് ലോക്ക് വരുന്നുണ്ട്. നമുക്കൊരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ചില കോണ്ടാക്ടർ സാധാരണ രണ്ട് സ്ക്രൂ ആണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോണ്ടാക്ടർ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതിനുള്ളിൽ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. അതുപോലെ രണ്ട് പാർട്ടായിട്ടാണ് ഈ കോണ്ടാക്ടർ ഇരിക്കുന്നത്. ഒരു ബേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കോയിൽ ഇരിക്കുന്ന സൈഡും മറ്റേ സൈഡ് എന്ന് പറയുന്നത് മൂവിംഗ് പാർട്ടും സ്പ്രിങ്ങും ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കോയിൽ. ഈ കോയിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് കോയിൽ വോൾട്ടേജ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം നിലവിലുണ്ടായിരുന്ന 240 വോൾട്ടിന്റെ കോയിൽ വോൾട്ടേജ് ആയിരുന്നു. നമുക്ക് 48 വോൾട്ടിന്റെ കോയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ 415 വോൾട്ടിന്റെ കോയിൽ വോൾട്ടേജ് കൺട്രോൾ വയറിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 220 വോൾട്ടിന്റെ കോയിൽ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ആണ്. അതുപോലെ 110 വോൾട്ട് ആണ് നിങ്ങളുടെ കൺട്രോൾ വോൾട്ടേജ് എങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സെയിം കോണ്ടാക്ടർ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതുപോലെ 24 വോൾട്ടിന്റെ കോയിൽ വോൾട്ടേജ് വരുന്നുണ്ട്, കൺട്രോൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് അറിയാം. അപ്പൊ അതുപോലെ സെയിം കോണ്ടാക്ടർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മേടിക്കാൻ പറ്റും, അഥവാ നിങ്ങളുടെ കോണ്ടാക്ടറിന്റെ കോയിൽ ഡാമേജ് ആവുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് കോയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ. അതുപോലെ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്കൊന്ന് വെച്ച് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ലോക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഫ്രണ്ടിൽ കാണുന്ന കവർ ഒന്ന് റിമൂവ് ചെയ്തതിനു ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കണം, നമ്മൾ സ്പ്രിങ് കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ ഫിറ്റ് ചെയ്യണ സമയത്ത് ലോക്ക് ചിലപ്പോൾ സ്റ്റക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഓരോ NC NO കോണ്ടാക്ട് മാത്രമേ നമുക്കുള്ളൂ. ഇനി അഡീഷണൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓക്സിലറി NO NC നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.